ഈ എല്ലാ പ്രത്യേകതകളെയും സമൂഹമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ഒരു വികസന രേഖ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഫ്യൂച്ചർ വള്ളിക്കുന്ന് സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അടുത്ത 7-ാം തീയതി രാവിലെ 10 മണിക്ക് കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിന് പുതിയ ദിശ നൽകിക്കൊണ്ടിരിക്കുന്ന പുതുയുഗ പിറവിയുടെ നായകൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എത്തുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ പരിചയസമ്പത്തുള്ള നേതാവ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതിൽ എത്തിച്ചേരും. വള്ളിക്കുന്ന് മണ്ഡലം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് എയർപോർട്ട്, വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ, ഏറ്റവും പ്രധാനം നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ ആനങ്ങാടി, മുതിയൻ ബീച്ചടക്കമുള്ള തീരദേശ ഏരിയകൾ, അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ, അവരുടെ പ്രശ്നങ്ങൾ, എല്ലാറ്റിനുമുപരി കണ്ടൽ കാടുകളുള്ള ഇന്ത്യയിൽ വള്ളിക്കുന്ന് കണ്ടൽ കാടുകളിൽ മാത്രം, പ്രത്യേകിച്ച് കടലുണ്ടി നഗരത്തിൻ്റെ ഏരിയയിൽ മാത്രം വന്നെത്തുന്ന അപൂർവമായ പക്ഷി സങ്കേതങ്ങൾ, ഇതെല്ലാം ഉള്ളൊരു പ്രത്യേകമായ ഒരു മണ്ഡലമാണ് വള്ളിക്കുന്ന് മണ്ഡലം എന്ന് പറയുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കാൻ പറ്റിയ ഒരു മണ്ഡലമാണ് വള്ളിക്കുന്ന് മണ്ഡലം. അപ്പോൾ ഈ എല്ലാ മേഖലകളെയും ഒരുപോലെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ഹബ്ബായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവിടെ നിലനിർത്തേണ്ടതുണ്ട്, അതിനെ ഉയർത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കായിക താരങ്ങൾക്കെന്നും ആശ്രയിക്കാൻ പറ്റുന്ന വിധത്തിലേക്കുള്ള യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടും കായിക പരിസരവും വള്ളിക്കുന്ന് മണ്ഡലത്തിലുണ്ട്. ഈ എല്ലാ പ്രത്യേകതകളെയും സമൂഹമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ഒരു വികസന രേഖ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഫ്യൂച്ചർ വള്ളിക്കുന്ന് സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അടുത്ത 7-ാം തീയതി രാവിലെ 10 മണിക്ക് കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിന് പുതിയ ദിശ നൽകിക്കൊണ്ടിരിക്കുന്ന പുതുയുഗ പിറവിയുടെ നായകൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എത്തുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ പരിചയസമ്പത്തുള്ള നേതാവ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതിൽ എത്തിച്ചേരും. പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ അതിലെ മുഖ്യാതിഥിയായി എത്തുന്നു. കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ, ടൂറിസം വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ പി സി വിഷ്ണുനാഥ്, കേരളത്തിൻ്റെ പ്രഗത്ഭനായ റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ, പ്രിയപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ അടക്കമുള്ള മന്ത്രിമാരും സമീപ പ്രദേശങ്ങളിലെ MLA എല്ലാവരും സംബന്ധിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് പുറമെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരും വിഷയ വിദഗ്ധന്മാരും പ്രത്യേകിച്ച് ഒരുപാട് ഈ മേഖലകളിലൊക്കെ, കാർഷിക മേഖലകളിലും ടൂറിസം മേഖലകളിലും അതുപോലെ തന്നെ ഫിഷറീസ് മേഖലയിലുമൊക്കെ, ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലും, അതുപോലെ തന്നെ വിമാനത്താവളത്തിൻ്റെ പരിസരമുണ്ട്. വിമാനത്താവളത്തിലേക്ക് പുതിയ എലവേറ്റഡ് ഹൈവേ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഫയർ സ്റ്റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബജറ്റിൽ. അതിൻ്റെയൊക്കെ സ്ഥാപനത്തിന് വേണ്ടി, അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി ഇതിൽ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും പരിചയസമ്പത്തുള്ള ആളുകളൊക്കെ സംബന്ധിക്കുന്ന ഒരു മുഴുദിന സെമിനാറാണ് ഈ സെമിനാർ എന്നുള്ളതാണ് ഈ സെമിനാറിൻ്റെ പ്രത്യേകത. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.